ഏത് വകുപ്പാണ് എന്നുള്ളൊരു ഒരു സൂചന കിട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു സാങ്കേതികത്വം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തൻ്റെ മന്ത്രിമാരെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൂടാം. ചർച്ചകളിൽ കേൾക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചുമതല വന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമ്മളെ വളർന്നു വരുന്ന തലമുറയുടെ വിഷയമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കണം. പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ വേറെ കുറേ പ്രതിസന്ധികൾ ക്യാമ്പസുകളിൽ ഉണ്ടല്ലോ. ഇപ്പോൾ ലഹരിയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ ശക്തമായ ബോധവൽക്കരണവും ഇടപെടലും ലഹരിയുടെ വരവ് തടയാൻ തന്നെയുള്ള നടപടികൾ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും പോർട്ട്ഫോളിയോ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെയൊക്കെ സഹായം നമുക്ക് വേണം. അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഏറെ ഉയർന്നു കേൾക്കുന്നത് PM ശ്രീയിൽ നിന്ന് ഈ സർക്കാർ പിന്മാറുമോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ? അല്ല, അത് മന്ത്രിയുടെ മാത്രം ചോയ്സ് അല്ല. PM ശ്രീക്ക് UDF ഒരു സ്റ്റാൻഡുണ്ട്, UDF ഒരു നിലപാടുണ്ട്. ആ UDF നിലപാട് ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം കേരളത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള ആ സ്റ്റാൻഡ് തന്നെ ആയിരിക്കും നമ്മളുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനം. വേറെ ഇപ്പോൾ ബാക്കി 3 പേര് കൂടി പുതുമുഖങ്ങളായിട്ട് എത്തുന്നു. PK കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് മുന്നേ ഉണ്ടായിരുന്നത്. ആ ഒരു പുതുമുഖം ആയിട്ട് വരുന്നതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാകും? ഞങ്ങളുടെ പാർട്ടിയിൽ എന്നും ഇങ്ങനെ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. അത് MLA-മാരാകാനും മന്ത്രിയാകാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 91 വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ 4 പുതുമുഖങ്ങളുമായിട്ടാണ് അന്ന് പാർട്ടി വന്നത്. പിന്നീട് വന്ന ഓരോ ഭരണത്തിന് അവസരം കിട്ടിയപ്പോഴും അതിൽ പരിചയമുള്ളവരും പുതുമുഖങ്ങളും ഉണ്ടായിട്ടുണ്ട്.